ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നതാണ് കർണാടകയിലെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ. അപ്പം അതിപ്രാചീനമായ ഈ ടെമ്പിളിൻ്റെ പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള മാൽപ്പെ ബീച്ചും അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസും എല്ലാമാണ് നമ്മളിന്ന് ആസ്വദിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. കണ്ടാൽ കേരളം പോലെ തന്നെ തോന്നിക്കുന്ന ഈ ഒരു സ്ഥലം കർണാടകയിലെ ഉടുപ്പിയാണ്. അതിപ്രാചീനമായ ഒരു നഗരമായിരുന്നു ഉടുപ്പി. അതിനാൽ തന്നെ നമുക്ക് കുറേയധികം പ്രാചീനമായിട്ടുള്ള ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവർ ഈ റോഡുകൾ കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡെയിലി അവർ രാവിലെ തന്നെ തൂത്ത് വൃത്തിയാക്കിയിടുന്നത് ഞാനിപ്പോൾ കണ്ടിരുന്നു. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു റോഡാണിത്. ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഏകദേശം ഒരു 500 മീറ്റർ എനിക്ക് എൻ്റെ റൂമിൽ നിന്നുള്ളൂ അമ്പലത്തിലേക്ക്. അപ്പം അവിടുത്തെ കടകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉടുപ്പി എന്നുള്ളൊരു നഗരം തന്നെയാണ്. നഗരത്തിൻ്റെ ഒരു സൈഡാണ് ഈ കാണുന്നത്. ഒരു ജ്വല്ലറി ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർ ഈ ഒരു രീതി തന്നെയാണ് അതിൻ്റെ ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇതൊരു വലിയ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ കോൺക്രീറ്റ് ഒന്നും അല്ല, അതിൻ്റെ തട്ടൊക്കെ മരങ്ങൾ കൊണ്ടാണ് അതിൻ്റെ ആ തട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണ നമ്മുടെ കേരളത്തിലെ ഒരു ഗ്രാമപ്രദേശം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം ഇത് ആ മുന്നിൽ കാണുന്നതാണ് ടെമ്പിള്. അപ്പം നമ്മൾ നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പം ഓട്ടോ കാര്യങ്ങളൊക്കെ വരുന്നവർക്കൊക്കെ വരാം. ജസ്റ്റ് ഇവിടെ ഓട്ടോ ഫെയർ ആണെങ്കിലും വളരെ കുറവാണ്. ഒരു 30 രൂപ ഫെയറിനൊക്കെ ഉണ്ടാവത്തുള്ളൂ. നോക്കൂ, ഈ ബിൽഡിങ്ങിൻ്റെ മച്ചുകളൊക്കെ തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലെത്തി. കവാടം ഇതൊരു പടിഞ്ഞാറേ വാതിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അകത്തേക്ക് കയറി നമ്മൾ ഇവിടെ കുറേ കടകൾ കാര്യങ്ങളൊക്കെ, പൂക്കൾ, പഴങ്ങൾ, അങ്ങനെയുള്ള കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതിന് കുറേ ആശ്രമങ്ങളുടെ ഒരു സമുച്ചയം തന്നെയാണിത്. കുറേയധികം ആശ്രമങ്ങൾ ഇവിടെ ഉണ്ട്. ഏകദേശം 8 ആശ്രമങ്ങളുടെ സമുച്ചയത്തിലാണ് ഈ ക്ഷേത്രം തന്നെ ഉള്ളത്. അതാ നമ്മളങ്ങനെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര കവാടത്തിലെത്തി. അപ്പോൾ ഇവിടെ കുറേയധികം പ്രാവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് അതിന് ആഹാരങ്ങളിങ്ങനെ നൽകുന്ന ഒരു കാഴ്ച, അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു. അപ്പം നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സമുച്ചയം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഏകദേശം ഒരു 1-2 ഏക്കറോളം ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ്. ഇതെല്ലാം ഓരോരോ ആശ്രമങ്ങളാണ്. ഈ ആശ്രമങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദുവായിട്ടാണ് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഓരോ ആശ്രമത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. ഇപ്പം നമുക്ക് ഈ ഇടതുവശം കാണുന്നത് കനകകിണ്ടി എന്നൊരു ആശ്രമമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കനകദാസൻ എന്നുള്ള ഒരു സംഗീതജ്ഞൻ, അതായത് കർണാടകത്തിലെ താഴ്ന്ന ജാതിക്കാരനായ ഒരു സംഗീതജ്ഞനായിരുന്നു കനകദാസൻ. ഒരിക്കൽ കനകദാസൻ ഇവിടെ വരികയും ക്ഷേത്ര ദർശനത്തിന് ആഗ്രഹം പ്രകടിച്ചപ്പോൾ അവിടുത്തെ ബ്രാഹ്മണ പുരോഹിതന്മാർ ആ കനകദാസന് ക്ഷേത്ര പ്രവേശനം നിരോധിക്കുകയും ചെയ്തു. പ്രവേശനം നിരോധിച്ചതുകൊണ്ട് മാത്രം കനകദാസൻ്റെ ആ ഒരു ആഗ്രഹം ഇല്ലാതായില്ല. അതിന് കനകദാസന് ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു ചെറിയ ഒരു കുടിലിൽ അതിയായ ആഗ്രഹത്തോടു കൂടിയും, കൃഷ്ണനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തോടു കൂടിയും പ്രാർത്ഥനയോടും കൂടി നിരവധി കീർത്തനങ്ങൾ ആലപിക്കുകയും കീർത്തനങ്ങൾ രചിക്കുകയും ദിനം പ്രതി പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നതിലൂടെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ഭഗവാൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു ഭിത്തി തുറന്നൊരു ദ്വാരം ഉണ്ടാകുകയും അതിലൂടെ കനകദാസന് ദർശനം കൊടുത്തും എന്നാണ് അറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ് കൃഷ്ണ നീ ബേഗനേ എന്നുള്ളൊരു കീർത്തനം കൂടെ കനകദാസൻ രചിച്ചത്. അപ്പോൾ ഇതാണ് ബ്രഹ്മരഥം. ആ കാണുന്നതാണ്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ പോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രക്കുളമാണിത്. ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു കുളം തന്നെയാണ്. ഞാൻ വീക്ക് ഡേയ്സിലാണ് വന്നത്, അതുകൊണ്ട് അധികം നേരം ക്യൂ നിന്ന് നിൽക്കേണ്ടി വന്നില്ല. ഒരു 15 മിനിറ്റ് ക്യൂ നിന്നപ്പോൾ തന്നെ നമ്മൾ അകത്തേക്ക് കയറി. ഇതാണ് ക്ഷേത്രത്തിനകത്തെ ഒരു അന്തരീക്ഷം. നല്ല ദർശനം കിട്ടി. അപ്പോൾ ദർശനം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയാണ്. എവിടെയും നമ്മൾ കണ്ടിട്ടില്ല ക്ഷേത്രത്തിനകത്തൊരു ഗോശാല. ഇതാണ് ക്ഷേത്രത്തിനകത്തെ ഒരു പശുത്തൊഴുത്ത്. അപ്പോൾ പശുത്തൊഴുത്തിൽ കുറേയധികം പശുക്കളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം. അത് ക്ഷേത്രത്തിനകത്ത് തന്നെ ഭഗവാനോട് ചേർന്ന് തന്നെയാണ് ഈ തൊഴുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടത്തേക്കുള്ള പാല്, വെണ്ണ കാര്യങ്ങളെല്ലാം ഇവിടുന്ന് തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ ക്ഷേത്രത്തിന് വെളിയിലിറങ്ങി അവിടുത്തെ ഒരു ചെറിയൊരു അമ്പലം കൂടി ഉണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കി കാര്യങ്ങളൊക്കെ കണ്ടു.
അപ്പോൾ നമ്മൾ മലയാളികൾക്കെല്ലാം ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ടെമ്പിളാണ് ഉഡുപ്പി ശ്രീകൃഷ്ണ ടെമ്പിൾ. നിങ്ങൾ ആദ്യം മംഗലാപുരം വരിക. മംഗലാപുരത്ത് നമുക്ക് ബസ് ട്രെയിൻ എപ്പോഴും അവൈലബിൾ ആണ്. ഒരു 2 hours ട്രാവലേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഉഡുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിലെല്ലാം കണ്ട് ഇതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അതോടൊപ്പം തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു മാൽപേ ബീച്ചുണ്ട്. അപ്പോൾ ആ മാൽപേ ബീച്ചിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ മാൽപേ ബീച്ചിൽ ഒരു 2 പോർഷനാണ്. ഫസ്റ്റ് എൻട്രൻസിലൊരു പോർഷൻ ഉണ്ട്. അവിടെയാണ് വാട്ടർ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇത് കുറച്ച് അകലേക്കാണ്. ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു വിജനമായിട്ടുള്ളൊരു ബീച്ചാണ്. നമുക്ക് വേറെ ശല്യങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വരിക, കുറച്ച് നേരം നമ്മളിവിടെ നിന്ന് ആസ്വദിക്കുക. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കാനോ എന്ത് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ ചിലവഴിക്കാൻ പറ്റും. ആരും റെസ്ട്രിക്ഷൻ ചെയ്യത്തില്ല. റെസ്ട്രിക്റ്റഡ് അല്ല ഈ ഏരിയ നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഏരിയ ആണ്. അധികം ഡെപ്തുള്ള ഏരിയ അല്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കുറേ നേരം ഇവിടെ കളിക്കാനും പറ്റും. നല്ലൊരു സൺസെറ്റ് കണ്ട് നല്ലൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര രസമാണ്. നല്ല തെങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു മലയാളീയത, കേരളീയത തനിമ നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് നമുക്കിവിടെ വരുന്നത്. അധികം ഡെവലപ്ഡ് അല്ലാത്ത ഒരു സിറ്റി ആയതിനാൽ നമുക്ക് റോഡ് കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനത്തെ കോൺക്രീറ്റ് റോഡുകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരു ഇതിനൊക്കെ ഒരു ബ്യൂട്ടി ഉണ്ട് അല്ലേ. ആ ഒരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇതാണ് മാൽപേ ബീച്ച് മെയിൻ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം ഉള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വാട്ടർ ആക്ടിവിറ്റീസും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. നോക്കാം. ഇവിടെയൊക്കെ സൈഡുകളിൽ കണ്ടില്ലേ കുറേ അധികം ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് ഫിഷസ് ആണ്. അതായത് ഫിഷ് ഇവർ നമുക്ക് ലൈവായിട്ട് അവരിങ്ങനെ മുളക് പൊടിയെല്ലാം പുരട്ടി വെച്ചിരിക്കും. നമുക്ക് ലൈവായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഫസ്റ്റ് പോയിട്ട് വരാം. ഫസ്റ്റ് പോയി എന്തെങ്കിലും വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചൂട് ഫിഷ് ഫ്രൈ കൂടെ കഴിക്കാം. അപ്പോൾ നമ്മളിതാ മാൽപേ ബീച്ച് എത്തി. ഇതൊരു ഗോവ ബീച്ചിന് അടുത്ത് തന്നെയാണ്. ഏകദേശം 250 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇവിടെ നിന്നുള്ളൂ ഗോവ ബീച്ചിലേക്ക്. അപ്പം എനിക്ക് ഗോവ ബീച്ചിൻ്റെ ആ ഒരു സെയിം ഫീലിംഗ് ആണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. നല്ല വിജനമായിട്ടുള്ളൊരു ബീച്ച്. ഇത് വാട്ടർ ആക്ടിവിറ്റീസ്, അതായത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. ഒരാൾക്ക് എൻട്രൻസ് ഫീ 150 റുപ്പീസാണ്. അപ്പം നമുക്ക് എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുത്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല ഷേക്കിംഗ് ആണ്. അവിടെ സെൻട്രൽ ചെമ്പിക്ക് നല്ല ഷേക്കിംഗ് ആണ്. അപ്പോൾ ഫോണ് കാര്യങ്ങളൊക്കെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആ കടലിലേക്ക് അങ്ങ് പോകും. നമുക്ക് നോക്കാം. പറ്റുന്നിടം വരെ ഞാൻ എടുക്കും. അതിനുശേഷം സേഫ്റ്റി മുഖ്യം ബിഗിലെ, അതുകൊണ്ട് ഞാൻ ഫോൺ പോക്കറ്റ് ഇടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്ലോട്ടിംഗ് ആയിരുന്നു. എനിക്ക് ഫോൺ കയ്യിൽ പിടിക്കാനേ പറ്റില്ല. ഞാൻ ഫോൺ പോക്കറ്റ് ഇട്ട് ഞാൻ രണ്ട് കയറിൽ പിടിച്ചിട്ടാണ് വന്നത്. നല്ല ഒരു ഷേക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ സേഫ്റ്റി നോക്കി ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. നല്ല രസം. അതായത് നമ്മൾ ഓരോ സെക്കൻഡിലും ഒരു മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. നല്ലൊരു ഫീൽ. അതായത് കടലിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക്. അപ്പോൾ ഇത്രയും ദൂരം കടലിനുള്ളിലേക്ക് വന്ന് ഞാൻ ആദ്യമായിട്ടാണ് സൺസെറ്റ് കാണുന്നത്. നമ്മൾ കരയിൽ നിന്ന് ഏകദേശം 130 മീറ്റർ അകലെയാണ് നിൽക്കുന്നത്. ഓരോ സെക്കൻഡിലും ഇതിങ്ങനെ കടലിങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് കണ്ടു. ഇവിടെയാണ് തിരമാലകൾ രൂപപ്പെടുന്നത്. കടലിൻ്റെ ഈ ഓളം തട്ടലാണ് നമുക്ക് കരയിൽ വന്നിട്ട് വലിയ തിരമാലകളായിട്ട് തോന്നുന്നത്. അപ്പോൾ സൺസെറ്റ് ഏകദേശം കഴിയാറായി. ചെറിയ കുട്ടികളൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റൊക്കെ എല്ലാവരും കൊടുത്ത് നല്ല സേഫ്റ്റിയോടെ തന്നെയാണ് അവർ പറഞ്ഞയക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സേഫ് ഗാർഡുകളുണ്ട്. ഒരു 3 പേരോളം ഇവിടെ സേഫ് ഗാർഡുകൾ നമുക്ക് സേഫ്റ്റിക്ക് നിൽക്കുന്നുണ്ട്. ആ സേഫ് ഗാർഡ് തന്നെയാണ് എനിക്ക് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു തന്നത്. അവർ വീഡിയോസ് കാര്യങ്ങൾ ഫോട്ടോസ് എല്ലാം എടുത്തു. നല്ലൊരു കോപ്പറേഷൻ. നമുക്ക് മണി വർത്ത്, അതാണ് എനിക്കിവിടെ അനുഭൂതി ഫീലായത്. അപ്പോൾ എല്ലാം കണ്ടു. നമ്മളിതാ തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങുവാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.